നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിൽ വീണ്ടും UDF തരംഗം. താമര വിരിയിച്ച് NDA. ദേശീയ തലത്തിൽ NDA വിറപ്പിച്ച് ഇന്ത്യ സഖ്യം. ഇടതുകോട്ടകൾക്ക് വിള്ളൽ വീഴ്ത്തി കെ സുധാകരൻ വീണ്ടും കണ്ണൂരിന്റെ MP-ആയി. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കരുത്തുകാട്ടി BJPയും. ഇരിട്ടിയിൽ വെൽഡിംഗ് തൊഴിലാളി കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചു. മരിച്ചത് കരിക്കോട്ടക്കരി സ്വദേശി റോമി. എടക്കാനം പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഭക്തജന തിരക്കൊഴിഞ്ഞ് കൊട്ടിയൂർ അക്കരെ സന്നിധാനം. രോഹിണി ആരാധന പൂജ വ്യാഴാഴ്ച. വാർത്തകൾ വിശദമായി. കേരളത്തിൽ വീണ്ടും UDF തരംഗം. താമര വിരിയിച്ച് NDA. ദേശീയ തലത്തിൽ NDAയെ വിറപ്പിച്ച് ഇന്ത്യ സഖ്യം. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ NDAയും ഇന്ത്യ മുന്നണിയും നേർക്കുനേരെയുള്ള പോരാട്ടമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. എക്സിറ്റ് പോൾ ഫലങ്ങളെ അസ്ഥാനത്താക്കിയുള്ള ഒരു മുന്നേറ്റമായിരുന്നു NDAക്കെതിരെ ഇന്ത്യ സഖ്യത്തിൻ്റേത്. തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ് 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നടന്ന വോട്ടെണ്ണൽ തികച്ചും ഉദ്യോഗജനകമായ അന്തരീക്ഷത്തിലായിരുന്നു. തുടക്കത്തിൽ തന്നെ NDAക്കൊപ്പം ഇന്ത്യ മുന്നണിക്കും ദേശീയ തലത്തിൽ ലീഡ് നിലനിർത്താൻ കഴിഞ്ഞതോടെയാണ് ശ്രദ്ധ മുഴുവൻ ഇന്ത്യ മുന്നണിയിലേക്ക് മാറിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കത്തിൽ പിന്നിലായത് BJP കേന്ദ്രങ്ങളിൽ ആശങ്കകൾക്കിടയാക്കി. പിന്നീടാണ് മോഡിയുടെ ഭൂരിപക്ഷം വർദ്ധിച്ചതും. കേരളത്തിൽ തുടക്കത്തിൽ LDFും UDFും ഒപ്പത്തിനൊപ്പം നിൽക്കുകയും പിന്നീട് അത് UDF തരംഗത്തിലേക്ക് മാറുകയുമായിരുന്നു. തൃശ്ശൂരിലും തിരുവനന്തപുരത്തും UDFും NDAയും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടത്തിൽ തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിക്കുകയും ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന തിരുവനന്തപുരത്ത് UDF സ്ഥാനാർത്ഥി ശശി തരൂർ വിജയിക്കുകയുമായിരുന്നു. ആലപ്പുഴ കിട്ടിയില്ലെങ്കിലും ആലത്തൂര് കിട്ടിയ ആശ്വാസത്തിലാണ് LDF. കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് 1 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് വിജയിച്ചത്. ഇത് UDF കേന്ദ്രങ്ങളിൽ വൻ ആഹ്ലാദത്തിനിടയാക്കി. ഏവരും ഉറ്റുനോക്കിയ വടകരയിൽ ഷാഫി പറമ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചതും കേരളത്തിൽ ജനഹിതമാണ് വലുത് എന്ന് കാട്ടിക്കൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ഇടതുകോട്ടകൾക്ക് വിള്ളൽ വീഴ്ത്തി കെ സുധാകരൻ വീണ്ടും കണ്ണൂരിന്റെ MP-ആയി. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉൾപ്പെടെ ഏറെ മുന്നിലായിരുന്ന LDF സ്ഥാനാർത്ഥി MV ജയരാജനെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ മലർത്തിയടിച്ചാണ് കെ സുധാകരൻ തൻ്റെ കരുത്ത് തെളിയിച്ചത്. കഴിഞ്ഞ തവണത്തേക്കാൾ കുറവ് ഭൂരിപക്ഷമാണ് UDF കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഒരു വോട്ടിനാണെങ്കിൽ പോലും LDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു LDF കേന്ദ്രങ്ങൾ. എന്നാൽ വോട്ടെണ്ണലിൽ ആദ്യ മണിക്കൂറിൽ ചിലയിടങ്ങളിൽ മാത്രം ലീഡ് നിലനിർത്തിയ LDF സ്ഥാനാർത്ഥിയെ പിന്നീട് ഒരിക്കലും മുന്നോട്ട് നീങ്ങാൻ കെ സുധാകരൻ അനുവദിച്ചിട്ടില്ല. പിന്നീട് പുറകോട്ട് പോലും തിരിഞ്ഞു നോക്കാതെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ 1,12,909 വോട്ടിൻ്റെ ലീഡുമായി വീണ്ടും കണ്ണൂരിൻ്റെ MP ആവുകയാണ് സുധാകരൻ. ഇത് UDF കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വലിയ ആവേശത്തിന് ഇടയാക്കി. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തും CPIM സംസ്ഥാന സെക്രട്ടറിയുടെ മണ്ഡലമായ തളിപ്പറമ്പിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച സുധാകരൻ മട്ടന്നൂരിനെയും ഭയപ്പെടുത്തിയാണ് വിജയത്തേരിലേറിയത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. പേരാവൂർ നിയോജക മണ്ഡലത്തിൽ LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിലും കെ സുധാകരന് ലീഡ്. 1 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ കണ്ണൂരിൽ നിന്നും വിജയിച്ച UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ പേരാവൂർ നിയോജക മണ്ഡലത്തിലെ ചുവപ്പുകോട്ടകളിലും വിള്ളലുണ്ടാക്കി. മുഴക്കുന്ന് പഞ്ചായത്തിൽ 1108 വോട്ടിൻ്റെ ലീഡാണ് UDF നേടിയത്. ഇരട്ടി നഗരസഭയിൽ 5338 വോട്ടിൻ്റെ ലീഡാണ് സുധാകരന് ലഭിച്ചത്. ആർലത്ത് 4501 വോട്ടും അയ്യങ്കുന്നിൽ 4829 വോട്ടിൻ്റെ ലീഡും UDFിനാണ്. കണിച്ചാറിൽ 2297 വോട്ടിൻ്റെ ലീഡ് UDF നേടിയപ്പോൾ 953 വോട്ടിന് പേരാവൂരിലും UDFാണ് ലീഡ് ചെയ്തത്. 1911 വോട്ടിനാണ് കേളകത്ത് UDFിൻ്റെ ലീഡ്. കൊട്ടിയൂരിൽ 2649 വോട്ടിൻ്റെ ലീഡും UDFിന് തന്നെയായിരുന്നു. പായം പഞ്ചായത്തിൽ മാത്രമാണ് 105 വോട്ടിൻ്റെ ലീഡ് LDFിന് ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് ഇരട്ടിപ്പിച്ച് BJPയും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കരുത്തുകാട്ടി. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് ഇരട്ടിപ്പിച്ച് BJPയും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കരുത്തുകാട്ടി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന BJPയിലെ CK പത്മനാഭന് 68,509 വോട്ട് നേടിയിരുന്നു. എന്നാൽ 2024 ഈ തെരഞ്ഞെടുപ്പിൽ BJP കഴിഞ്ഞ തവണത്തെ വോട്ടിൻ്റെ ഇരട്ടിയിലധികം വോട്ടുകൾ നേടുകയായിരുന്നു.
1,19,465 വോട്ടാണ് ഇത്തവണ BJP കരസ്ഥമാക്കിയത്. 7 നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് നില ഉയർത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഇരിട്ടിയിൽ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. കണ്ണൂരിലും കാസർഗോഡും വടകരയിലും ഉൾപ്പെടെയുള്ള വൻ വിജയത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രകടനം. UDF സ്ഥാനാർത്ഥി K. സുധാകരന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF പ്രവർത്തകർ ഇരിട്ടി ടൗണിൽ പ്രകടനം നടത്തി. UDF നിയോജക മണ്ഡലം കൺവീനർ ഇബ്രാഹിം മുണ്ടേരി, ഒബാൻ ഹംസ, ഷാനിദ് പുന്നാട്, MK മുഹമ്മദ് വിളക്കോട്, KV റഷീദ്, സമീർ പുന്നാട്, റയീസ് കണിയാറക്കൽ, നിതിൻ നടുവനാട്, MK ഹാരിസ്, PP മുസ്തഫ, KC നാരായണൻ, VP റഷീദ്, TK അബ്ദുൾ റഷീദ്, തറാലീസ, ഷവാസ് പുന്നാട്, TK മായാൻ, KP റംഷാദ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDFന്റെ നേതൃത്വത്തിൽ പേരാവൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച UDFന്റെ നേതൃത്വത്തിൽ പേരാവൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ജൂബിലി ചാക്കോ, ഷഫീർ ചെക്യാട്ട, സിറാജ് പൂക്കോത്ത്, സിബി കണ്ണീറ്റുകണ്ടം, ദാസൻ പേരാവൂർ, CMP ബാബു, ബൈജു വർഗീസ്, പൂക്കോത്ത് അബുബക്കർ, സുരേഷ് ചാലാറത്ത്, സക്കറിയ ബാണത്തങ്കണ്ടി, ഹരിദാസൻ ചോടത്ത്, സുഭാഷ് മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. K. സുധാകരന്റെ വിജയത്തിൽ UDF തില്ലങ്കേരിയിൽ ആഹ്ലാദ പ്രകടനവും പായസ വിതരണവും നടത്തി. K. സുധാകരന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച UDF പ്രവർത്തകർ തില്ലങ്കേരിയിൽ ആഹ്ലാദ പ്രകടനവും പായസ വിതരണവും നടത്തി. UDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ PP ഷൗക്കത്ത് അലി, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ രാകേഷ് തില്ലങ്കേരി, PK കുട്ടിയാലി, A. കൃഷ്ണൻ, P. നിതീഷ്, M. മോഹനൻ, CP കമലാക്ഷി, ഡോളിദാസ്, റാഫി തില്ലങ്കേരി, P. ജിജീഷ്, ജിബിൻ കുന്നുമൽ, ഖാലിദ്, K. നവീൻ, അത്തിക്ക ദിവാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വെൽഡിംഗ് തൊഴിലാളി കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചു. കരിക്കോട്ടക്കരി വലിയ പറമ്പുകരി സ്വദേശി വാക്കുതുരുത്തേൽ റോമിയാണ് ഇരിട്ടി തവയ്ക്കൽ കോംപ്ലക്സിലെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ചത്. കെട്ടിടത്തിൽ നിന്ന് വീണ വെൽഡിംഗ് തൊഴിലാളി മരിച്ചു. കരിക്കോട്ടക്കരി വലിയ പറമ്പുകരി സ്വദേശി വാക്കേതുരുത്തേൽ റോമിയാണ് മരിച്ചത്. 44 വയസ്സായിരുന്നു. ഇരിട്ടി തവക്കൽ കോംപ്ലക്സിലെ കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് റൂഫ് പ്രവൃത്തിയുടെ ഭാഗമായി വെൽഡിങ്ങിനായി അളവെടുക്കുന്നതിനിടെ താഴേക്ക് വീണ് മരിച്ചത്. ഡെറ്റിയാണ് ഭാര്യ. റൂഡി, റെഡോൺ എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. എടക്കാനം പുഴയിൽ കാണാതായ പാനൂർ സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. പഴശ്ശി ജലസംഭരണിയുടെ ഭാഗമായ എടക്കാനംപുഴയിൽ കാണാതായ പാനൂർ സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പാനൂർ മൊകേരി പാത്തിപ്പാലം സ്വദേശി KT വിപിന്റെ മൃതദേഹമാണ്
ചൊവ്വാഴ്ച പുലർച്ചെ കണ്ടെത്തിയത്. പോലീസിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലുള്ള തെരച്ചിൽ തുടരുന്നതിനിടെയാണ് ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെ മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് വിപിനെ എടക്കാനംപുഴയിൽ കാണാതായത്. ബംഗളൂരുവിലെ ഒരു സ്വകാര്യ IT കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വിപിൻ സുഹൃത്തുക്കൾക്കൊപ്പം എടക്കാനത്ത് സുഹൃത്തിന്റെ ബന്ധുവീട്ടിലെത്തിയതായിരുന്നു. തുടർന്ന് വിപിൻ ഉൾപ്പെടെയുള്ള 4-അംഗ സംഘം പുഴ കാണാനായി സുഹൃത്തുക്കൾക്കൊപ്പം എടക്കാനം വൈദ്യരുകണ്ടി പുഴക്കരയിലെത്തുകയും ശേഷം പുഴയിലിറങ്ങി നീന്തുന്നതിനിടെയാണ് പുഴയിൽ മുങ്ങിയത്. നാട്ടുകാരും ഇരുട്ടിൽ നിന്നുമെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങളും ഞായറാഴ്ച മുതൽ 2 ദിവസങ്ങളായി ഇയാൾക്കായി പുഴയിൽ തിരച്ചിൽ നടത്തിവരികയായിരുന്നു. പാനൂർ പാത്തിപ്പാലം മുത്താറിപ്പിടികയിൽ AKB റോഡിൽ രാജീവ് ഗാന്ധി സ്കൂളിന് സമീപം സുമാനിവാസിൽ രാമചന്ദ്രന്റെയും സുമതിയുടെയും മകനാണ്. ഭാര്യ ബിൻസി, ശ്രീയാൻ ഏക മകനാണ്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഇരിട്ടി പഴയ പാലത്തിന്റെ മുകളിൽ സ്ഥാപിച്ച ഇരുമ്പുതണ്ട് പൊട്ടി വീണു. ഉയരം കൂടിയ ലോറി കയറിയാണ് ഇരുമ്പുതണ്ട് റോഡിലേക്ക് പൊട്ടിവീണ് ഗതാഗതം തടസ്സപ്പെട്ടത്. ഇരിട്ടി പഴയ പാലത്തിന്റെ മുകളിൽ സ്ഥാപിച്ച ഇരുമ്പുതണ്ട് പൊട്ടിവീണു. ഉയരം കൂടിയ ലോറി കയറിയാണ് ഇരുമ്പുതണ്ട് റോഡിലേക്ക് പൊട്ടിവീണ ഗതാഗതം തടസ്സപ്പെട്ടത്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ഇരിട്ടി പഴയ പാലത്തിന്റെ മുകളിലൂടെ ഉയരം കൂടിയ കണ്ടെയ്നർ ലോറി കടന്നത്. ഇതോടെ പാലത്തിന്റെ മുകൾ ഭാഗത്തെ ഇരുമ്പുതണ്ട് റോഡിലേക്ക് പൊട്ടി വീഴുകയായിരുന്നു. ഭാരം കയറ്റി ലോറി ഇതുവഴി പോകരുതെന്ന മുൻകരുതൽ ബോർഡ് ഇവിടെ ഉണ്ടെങ്കിലും ഇപ്പോഴും വർഷങ്ങൾ പഴക്കമുള്ള ഇരിട്ടി പഴയ പാലത്തിന് മുകളിലൂടെയാണ് ഭാരം കയറ്റിയ വാഹനങ്ങൾ കടന്നുപോകുന്നത്. നേരത്തെയും ഇത്തരത്തിൽ പാലത്തിന്റെ മുകളിലൂടെ ഉയരം കൂടിയ ലോറി കടന്നുപോയപ്പോൾ പാലത്തിന്റെ മുകളിലെ ഇരുമ്പുതണ്ടുകൾ പൊട്ടിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാലം എത്തുന്നതിന് മുൻപേ പാലത്തിന്റെ ഉയരത്തിന് കണക്കാക്കി ഡ്രൈവർമാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കേണ്ടതുമുണ്ട്. തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന ലോറിയാണ് പാലത്തിന്റെ മുകളിൽ ഇരുമ്പുതണ്ടിൽ ഇടിച്ചത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വൈശാഖ മഹോത്സവ വിശേഷം. തിരക്കൊഴിഞ്ഞ് കൊട്ടിയൂർ അക്കരെ സന്നിധാനം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ആയതിനാലാകാം ചൊവ്വാഴ്ച കൊട്ടിയൂരിൽ ഭക്തജനങ്ങൾ കൂടുതൽ എത്താതിരിക്കുവാൻ കാരണം. തിരക്കൊഴിഞ്ഞ് കൊട്ടിയൂർ അക്കരെ സന്നിധാനം. വൈശാഖ മഹോത്സവം ആരംഭിച്ചതിനു ശേഷം ഏറ്റവും കുറഞ്ഞ ഭക്തജന തിരക്കാണ് ഇന്ന് കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത്. ശീവേലി സമയത്ത് മാത്രമാണ് കുറച്ച് തിരക്ക് അനുഭവപ്പെട്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിനമായതിനാലാകാം ചൊവ്വാഴ്ച കൊട്ടിയൂരിൽ ഭക്തജനങ്ങൾ കൂടുതൽ എത്താതിരിക്കാൻ കാരണം. ചൊവ്വാഴ്ച നിത്യപൂജകൾ മാത്രമാണ് നടന്നത്. 4ാമത്തെ ആരാധനാ പൂജയായ രോഹിണി ആരാധന വ്യാഴാഴ്ച നടക്കും. രോഹിണി ആരാധന ദിവസമാണ് സവിശേഷമായ ആലിംഗന പുഷ്പാഞ്ജലിയും നടക്കുക. ഹൈവിഷൻ ന്യൂസ്, കേളകം. വാർത്തകൾ തുടരുന്നു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന അഷ്ടപതി അക്കരെ കൊട്ടിയൂർ സന്നിധിയെ ഭക്തിസാന്ദ്രമാക്കുന്നു. കൃഷ്ണമണിമാരാരും സംഘവുമാണ് കൊട്ടിപ്പാടി സേവ എന്നറിയപ്പെടുന്ന അഷ്ടപതി അക്കരെ കൊട്ടിയൂർ സന്നിധിയിലെ വാളറയ്ക്ക് മുന്നിൽ ആലപിക്കുന്നത്.
സെന്ററിലെ വ്യാപാരികൾക്ക് മാനേജ്മെന്റ് വൻ വാടക വർധനവ് നടപ്പിലാക്കുവാൻ പോകുന്നുവെന്നാരോപിച്ച് കാർമൽ സെന്ററിലെ വ്യാപാരികൾ മാനേജ്മെന്റിനെ സമീപിച്ചു. വർധനവ് പിൻവലിച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് വ്യാപാരികളും വിവിധ വ്യാപാര സംഘടനകളും. പേരാവൂർ കാർമൽ സെന്ററിലെ വ്യാപാരികൾക്ക് മാനേജ്മെന്റ് വൻ വാടക വർധനവ് നടപ്പിലാക്കാൻ പോകുന്നുവെന്നാരോപിച്ച് കാർമൽ സെന്ററിലെ വ്യാപാരികൾ മാനേജ്മെന്റിനെ സമീപിച്ചു. വർധനവ് പിൻവലിച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് വ്യാപാരികളും വിവിധ വ്യാപാര സംഘടനകളും അറിയിച്ചു. GSTയും വാർഷിക വർധനവും കൂടി ഈ വർഷം മുതൽ 25% വാടക വർധനവാണ് 2024 മെയ് മാസം മുതൽ നടപ്പിലാക്കാൻ പോകുന്നതെന്നും ഈ വർധനവ് നൽകാൻ കഴിയാത്ത വ്യാപാരികൾ ഉടനെ റൂം ഒഴിവാക്കി നൽകണമെന്നുമാണ് മാനേജ്മെന്റിന്റെ നിലപാട്. മുൻ വർഷത്തേക്കാൾ കച്ചവടം കുറഞ്ഞുവരുന്ന സാഹചര്യത്തിൽ ഇതേപോലെയുള്ള വർധനവ് തങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണെന്നും കൂടിയ പലിശയ്ക്ക് ബാങ്ക് ലോണും ഓവർഡ്രാഫ്റ്റും സംഘടിപ്പിച്ചാണ് പലരും ഇപ്പോഴും നിലനിന്നു പോകുന്നതെന്നും ഇത്രയും കാലം വിവിധ പേരുകളിൽ വാടക രസീത് നൽകിയിരുന്ന മാനേജ്മെന്റ് വാടക വർധനവ് നടപ്പിലാക്കാൻ വേണ്ടി മാത്രം ഈ ബിൽഡിംഗ് ഒരു കുടക്കീഴിൽ വരുത്താനുള്ള ശ്രമം അവസാനിപ്പിക്കണമെന്നും വിവിധ വ്യാപാര സംഘടനാ ഭാരവാഹികളും കാർമൽ സെന്റർ അസോസിയേഷൻ ഭാരവാഹികളും അറിയിച്ചു. മുൻപ് 20 വർഷങ്ങൾക്ക് മുൻപ് ഈ കാർമൽ കോംപ്ലക്സ് ഇവിടെ വരുമ്പോൾ ഇവിടെയൊന്നും ഒരു കച്ചവടമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അനാഥമായി കിടന്നിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബിൽഡിംഗ് വന്നപ്പോൾ ഇവിടെ ഈ കാർമൽ സെൻറ്റർ ആശ്രമത്തിലേക്ക് കച്ചവടത്തിനായി കടന്നു വരികയും വളരെ കഷ്ടപ്പെട്ട് ഒരു 10 വർഷത്തോളം വെറുതെ ഇരുന്നിട്ടാണ് ഇവിടെ ഈ ഭാഗത്തേക്ക് ഒരു കച്ചവടമായി വരികയും ആൾക്കാർ ഇറങ്ങാൻ തുടങ്ങുകയും ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് വളരെ ഭംഗിയായി വളരെ കാര്യമായിട്ട് മുൻപോട്ട് പോയ സമയത്ത് പ്രളയവും കാര്യങ്ങളെല്ലാം വന്ന് ഇവിടെയുള്ള കച്ചവടക്കാർക്ക് തീരെ കച്ചവടം കുറയുകയും ഇപ്പോൾ മുൻപുണ്ടായിരുന്നതിലും ഓരോ ദിവസവും പിൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ, അതും നല്ലൊരു വാടക മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളിവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് 25% മുകളിൽ വർധനവ് GSTയുടെയും വാർഷിക വർധനവിൻ്റെയും പേരിൽ 25% മാസ വർധനവ് വരുത്തിക്കൊണ്ട് ഭീമമായ ഒരു വർധനവ് നമ്മുടെ ഈ എല്ലാ കച്ചവടക്കാർ ഇവിടെ ഈ കാർമൽ കോംപ്ലക്സിലുള്ള 24 കച്ചവടക്കാർക്കെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായത്. അതിനെ കുറച്ച് തരണമെന്നും പറഞ്ഞ് വളരെയധികം പ്രാവശ്യം ഞങ്ങൾ മാനേജ്മെൻറ്റിനെ സമീപിക്കുകയും, എന്നാൽ ഞങ്ങളെ ഒറ്റയ്ക്ക് കാണാം, നിങ്ങൾ കൂട്ടായി വരരുത് എന്നുള്ള ഒരു പോളിസി മുന്നിൽ പറഞ്ഞുകൊണ്ട് യാതൊരു രീതിയിലുമുള്ള ഒരു ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഹെൽപ്പോ ചെയ്യാതെ ഇപ്പോൾ ഒറ്റയടിക്ക് 25% വർധനവ് വേണം എന്ന് പറഞ്ഞ് ഒരു ഇൻവോയ്സ് കൊണ്ടുതരികയും അത് ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഒപ്പിട്ട് നൽകണമെന്ന് മാനേജ്മെൻറ്റ് പറയുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി നമ്മൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെടുകയും ജില്ലാ നേതൃത്വത്തിലെ കുട്ടേട്ടനടക്കമുള്ള മനോജ് അടക്കമുള്ള ഭാരവാഹികൾ ഇവിടെ വരികയും അദ്ദേഹത്തെ പോയി കാണുകയും ചെയ്തപ്പോൾ മാനേജ്മെൻറ്റിനെ പോയി കാണുന്ന സമയത്ത് നിങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് സാവകാശമില്ല, സൗകര്യമില്ല എന്നുള്ള രീതിയിൽ ഞങ്ങളെ അവിടെ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. എന്തായാലും ഈ 25% വർധനവ് നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കച്ചവടക്കാർക്ക് ഇനി മുൻപോട്ട് പോകാനുള്ള മുൻപോട്ട് പോകാനുള്ള താല്പര്യമില്ല എന്നുള്ളതല്ല, നമുക്ക് നടക്കില്ല. സതീഷ് മണ്ണാർകുളം, KK രാമചന്ദ്രൻ, മനോജ് താഴേപ്പുര, സുനിത് ഫിലിപ്പ്, ബാവ ഫാമിലി, അനിൽ രാഹുൽ, പ്രജീഷ്, പൗർണമി, വിജേഷ് എന്നിവരാണ് മാനേജ്മെന്റിനെ കണ്ടത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. കൊളക്കാട് മലയാമ്പടി യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, വായനശാല ആൻഡ് ഗ്രന്ഥാലയം, മലയാമ്പടി വയോജന വിശ്രമ കേന്ദ്രം, 7ാം വാർഡ് ജാഗ്രതാ സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൗമാര ആരോഗ്യ ബോധവൽക്കരണവും SSLC +2 വിജയികളെ ആദരിക്കലും നടത്തി. കൊളക്കാട് മലയാമ്പടി യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആൻഡ് വായനശാല ഗ്രന്ഥാലയത്തിൻ്റെയും മലയാമ്പടി വയോജന വിശ്രമ കേന്ദ്രം, 7ാം വാർഡ് ജാഗ്രതാ സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൗമാര ആരോഗ്യ ബോധവൽക്കരണവും SSLC +2 വിജയികളെ ആദരിക്കൽ നടന്നു. 7ാം വാർഡ് അംഗം ജിമ്മി അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. SSLC +2 വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ വാർഡ് ജാഗ്രതാ സമിതിയുടെ മീറ്റിംഗ് തീരുമാനപ്രകാരം കൗമാര ആരോഗ്യ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു ക്ലാസ് കൂടി നടത്തണമെന്ന ഒരു ആലോചനയുടെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലാസ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ആരെങ്കിലും ഇത് ശ്രദ്ധിക്കാതെ ഇതിൽ നിന്ന് വിട്ടു പോകുന്നുണ്ടെന്ന് നോക്കുമ്പോൾ എല്ലാ ആളുകളും, വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട്. സാധാരണ നമ്മളൊരു ചടങ്ങിൽ ഒരു ക്ലാസിനെ കുറിച്ച് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല, അതിനുള്ള സാഹചര്യം. പേരാവൂർ ICDS കൗൺസിലർ ഷെറിൻ മാത്യു കൗമാര ആരോഗ്യ വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു.
കണിച്ചാർ പ്രാഥമികാരോഗ്യ കേന്ദ്രം JPHN അനു മാത്യു, അംഗൻവാടി ടീച്ചർ ബിന്ദു, C രാജേഷ്, AB ബേബി, ആനി തോട്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ വീണ്ടും UDF തരംഗം, താമര വിരിയിച്ച് NDA. ദേശീയ തലത്തിൽ NDA വിറപ്പിച്ച് ഇന്ത്യ സഖ്യം. ഇടതുകോട്ടകൾക്ക് വിള്ളൽ വീഴ്ത്തി കെ സുധാകരൻ വീണ്ടും കണ്ണൂരിന്റെ MP-യായി. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കരുത്തുകാട്ടി BJP-യും. ഇരിട്ടിയിൽ വെൽഡിംഗ് തൊഴിലാളി കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചു. മരിച്ചത് കരിക്കോട്ടക്കരി സ്വദേശി റോമി. എടക്കാനം പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഭക്തജന തിരക്കൊഴിഞ്ഞ് കൊട്ടിയൂർ അക്കരെ സന്നിധാനം. രോഹിണി ആരാധന പൂജ വ്യാഴാഴ്ച. ചരമം. വാണിയപ്പാറയിലെ ആദ്യകാല കുടിയേറ്റ കർഷകൻ കണ്ണംകേരിൽ ജോസഫ് അന്തരിച്ചു. 82 വയസ്സായിരുന്നു. ഭാര്യ പരേതയായ ലീലാമ്മ, മക്കൾ ഡൈനമ്മ, ഡൈലക്സ്, മരുമക്കൾ ബിജു, പ്രിയ എന്നിവർ. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 അങ്ങാടിക്കടവ് തിരുഹൃദയ ദേവാലയ സെമിത്തേരിയിൽ. ഇതോടെ ന്യൂസ് ടൈം പൂർണ്ണമാകുന്നു. നമസ്കാരം.